നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ നിലപാടിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് ആണവ മിസൈൽ നയവുമായി ബന്ധപ്പെട്ട പുതിയ സൂചനകൾ പുറത്തു വരുമ്പോൾ ലോകരാജ്യങ്ങൾ അതിനെ കൂടുതൽ ശ്രദ്ധയോടെ വിലയിരുത്തുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം തങ്ങളുടെ സുരക്ഷയും സ്വയം രക്ഷയും ഉറപ്പാക്കുക എന്നതാണ്. ആണവ മിസൈൽ ശേഷി ഇറാന്റെ ദേശീയ സ്വത്താണെന്നും അത് തങ്ങൾ സൂക്ഷ്മമായി സംരക്ഷിക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്തഫ ഖമീനി. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് മറുപടിയായിട്ടാണ് മുസ്തഫ ഖമീനിയുടെ പ്രസ്താവന പുറത്തുവന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഇറാനികൾ രാജ്യത്തിന്റെ ആണവ മിസൈൽ കഴിവുകളെ തങ്ങളുടെ ദേശീയ സ്വത്തായി കാണുന്നു. വെള്ളം, ഭൂമി, വായു, അതിർത്തികൾ എന്നിവ പോലെ തന്നെ ആ കഴിവുകളെയും സംരക്ഷിക്കുമെന്നാണ് ഖമീനി പറഞ്ഞു വെച്ചത്. പേർഷ്യൻ ഉൾക്കടൽ ദിനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച പുറത്തിറക്കിയ സന്ദേശത്തിലാണ് ഖമീനിയുടെ പ്രസ്താവന. പേർഷ്യൻ ഉൾക്കടലിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്നും ഈ ജലപാത ശത്രുക്കൾ ദുരുപയോഗം ചെയ്യുന്നത് ഇല്ലാതാക്കുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് കൂട്ടിച്ചേർത്തു. മേഖലയിലെ മുസ്ലിം രാഷ്ട്രങ്ങൾക്കും പ്രത്യേകിച്ച് ഇറാനിയൻ ജനതയ്ക്കും ദൈവത്തിന്റെ അമൂല്യമായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് പേർഷ്യൻ ഉൾക്കടൽ എന്ന സമ്മാനമെന്നും പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഹോർമൂസ് അടങ്ങുന്ന ഈ തന്ത്രപരമായ സ്വത്ത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പല ദുഷ്ടശക്തികളും നോട്ടം വെച്ചിട്ടുണ്ട്. ആക്രമണങ്ങളും ഭീഷണികളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമീപകാലത്തുണ്ടായ ആക്രമണങ്ങളെന്നും ഖമീനി തന്റെ പ്രസ്താവനയിൽ കുറിച്ചു. പേർഷ്യൻ ഉൾക്കടൽ മേഖലയിൽ നിന്ന് അഹങ്കാരികളായ ശക്തികളുടെ കൈകൾ വെട്ടിമാറ്റുകയുണ്ടായി. അമേരിക്കയുടെ നാളംകെട്ട പരാജയത്തിന് 2 മാസങ്ങൾ പിന്നിടുമ്പോൾ പേർഷ്യൻ ഉൾക്കടലിനും ഹോർമൂസ് കടലിടുക്കിനും ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് എന്നാണ് ഖമീനി പറഞ്ഞു വെച്ചത്. അമേരിക്കൻ സേനയുടെ സാന്നിധ്യവും പേർഷ്യൻ ഗൾഫ് പ്രദേശങ്ങളിലെ അവരുടെ വേരോട്ടവുമാണ് ഇന്നത്തെ അരക്ഷിതാവസ്ഥയുടെ പ്രധാന കാരണം. ഇത് മേഖലയിലെ രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും വ്യക്തമായിരിക്കുന്നു. ദുർബലമായ US താവളങ്ങൾക്ക് അവരുടെ സുരക്ഷ പോലും ഉറപ്പാക്കാനുള്ള കഴിവില്ല. എന്നിട്ടല്ലേ സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കുക? പേർഷ്യൻ ഉൾക്കടൽ മേഖലയുടെ തിളക്കമാർന്ന ഭാവി അമേരിക്ക ഇല്ലാത്ത ഒന്നായിരിക്കും. അത് അവിടുത്തെ ജനതയുടെ പുരോഗതിക്കും സുഖത്തിനും സമൃദ്ധിക്കും സമർപ്പിക്കപ്പെട്ടതായിരിക്കും. സത്യാഗ്രഹ ഉദ്ദേശങ്ങളോടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് വരുന്ന പുറത്തുനിന്നുള്ളവർക്ക് ഇവിടെ സ്ഥാനമില്ല. ഹോർമൂസ് കടലിടുക്കിന്റെ പുതിയ നിയമപരമായ ചട്ടക്കൂടുകളും മാനേജ്മെന്റും മേഖലയിലെ എല്ലാ ജനതയ്ക്കും ആശ്വാസവും പുരോഗതിയും കൊണ്ടുവരും. അതിന്റെ സാമ്പത്തിക നേട്ടങ്ങൾ ജനങ്ങൾക്ക് സന്തോഷം നൽകുമെന്നും പറഞ്ഞുകൊണ്ടാണ് മുസ്തഫ ഖമീനി തന്റെ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. ഇറാൻ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളത് തങ്ങളുടെ പ്രതിരോധ ശേഷി ശക്തമാക്കുന്നത് ഒരു ആക്രമണ തന്ത്രമല്ല, മറിച്ച് ഭീഷണികൾക്കെതിരെ മുൻകരുതൽ നടപടിയാണ് എന്നതാണ്. മിഡിൽ ഈസ്റ്റിൽ നിരവധി വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങളും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും ഇറാനെ ഇത്തരം നിലപാടിലേക്ക് നയിച്ചതായി അവർക്കുള്ള വാദം പറയുന്നു. പ്രത്യേകിച്ച് വിദേശ ഇടപെടലുകളും സാമ്പത്തിക ഉപരോധങ്ങളും നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സാങ്കേതികവും സൈനികവുമായ മുന്നേറ്റങ്ങൾ അനിവാര്യമാണെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് മിസൈൽ ശേഷി വർദ്ധിപ്പിക്കുന്നതും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുന്നത്. ഇറാന്റെ സമീപനം മറ്റൊരു വശത്തു നിന്ന് വിലയിരുത്തുമ്പോൾ ഇതൊരു ഡിറ്ററൻസ് സ്ട്രാറ്റജി എന്ന നിലയിൽ കാണാം. അതായത് സ്വന്തം ശക്തി പ്രകടിപ്പിച്ച് ശത്രുക്കളെ ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. പല രാജ്യങ്ങളും ഇതേ രീതിയാണ് പിന്തുടരുന്നെന്ന വാദവും ഇറാൻ ഉയർത്തുന്നു. അതേസമയം ആണവ പരിപാടികളെ കുറിച്ച് ഇറാൻ പലതവണ സമാധാനപരമായ ഉപയോഗത്തിനായാണ് തങ്ങൾ അത് ഉപയോഗിക്കുന്നതെന്ന നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. ഊർജ ആവശ്യങ്ങൾക്കും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും വേണ്ടിയാണ് ഈ പദ്ധതികൾ വികസിപ്പിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇറാൻ നേരിടുന്ന പ്രാദേശിക സാഹചര്യമാണ്. ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങളും അമേരിക്കയുമായി തുടരുന്ന രാഷ്ട്രീയ സംഘർഷവും ഈ നയങ്ങളെ കൂടുതൽ കടുപ്പത്തിലേക്ക് നയിക്കുന്നുണ്ട്. അതായത് ഇറാന്റെ നടപടികൾ ഒറ്റപ്പെട്ട തീരുമാനങ്ങൾ മാത്രമല്ല, മറിച്ച് പ്രാദേശിക സാഹചര്യങ്ങളുടെ ഫലമായി ഉരുത്തിരിയുന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ ഇറാന്റെ നിലപാട് ലളിതമായി പറഞ്ഞാൽ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തി ആവശ്യമാണ് എന്നതാണ്. ഇത് യുദ്ധം ആരംഭിക്കാനുള്ള ശ്രമം എന്നതിനേക്കാൾ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായി കാണേണ്ടതുണ്ട് എന്ന വാദവും അവർ മുന്നോട്ട് വെക്കുന്നു. ഈ വിഷയത്തിൽ ലോകം കാണേണ്ടത് ഒരു വശം മാത്രമല്ല, ഇരുവശങ്ങളുമാണ്. ഇറാന്റെ നീക്കങ്ങളെ വിമർശിക്കുന്നവരുമുണ്ടാകും, പിന്തുണയ്ക്കുന്നവരുമുണ്ടാകും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, പ്രാദേശിക സംഘർഷങ്ങളും ആഗോള രാഷ്ട്രീയവും ചേർന്നാണ് ഈ നയങ്ങൾ രൂപപ്പെടുന്നത്. അതിനാൽ ഇറാന്റെ നിലപാട് മനസ്സിലാക്കാൻ അതിന്റെ പിന്നിലെ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്.